ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സമയം ഏകദേശം 5:36 ആകുമ്പോൾ വെളിച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് തീരെ വയ്യ, 2-3 ദിവസമായിട്ട് നല്ല പനിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എൻ്റെ ഷോർട്ടിൽ നിന്ന്. അപ്പം പക്ഷേ എണീറ്റല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ചായ ഇട്ടിട്ട് ഒരു ചായ കുടിച്ചാൽ കുറച്ച് എനർജി വരുമെന്ന് കരുതി. നോർമലി ഞാൻ ഗണേഷിൻ്റെ കൂടെ കേട്ടോ ചായ കുടിക്കാൻ. ഞങ്ങൾ മോർണിംഗ് ടീ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ സംസാരിച്ചിട്ടാണ് കേട്ടോ കുടിക്കൽ. എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ദോശ ഉണ്ടാക്കി, കുഞ്ഞിന് വിശക്കും എന്നുള്ളതുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് അവനെ ഒന്ന് കഴിപ്പിക്കാമെന്ന് വെച്ചു കേട്ടോ. അവന് നല്ല പനിയാണ് കേട്ടോ. അവൻ്റെ മുഖത്ത് കണ്ടോ, കണ്ണിൻ്റെ താഴെ ആരോ നുള്ളിയതാണ്. എന്നിട്ട് പറയുകയൊന്നും ചെയ്തില്ല. ഞാൻ വന്നിട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടേ. അപ്പം നവീൻ നുള്ളിയതാണ്, അവരും നുള്ളിയതാണ്, ഇവരും നുള്ളിയതാണ്. എന്നെ ഈ കൊച്ചു പറയുന്നുമില്ല കേട്ടോ ആരെന്താ ചെയ്തതെന്ന്. അപ്പം ഫ്രണ്ട്സിനൊന്നും വിട്ടു കൊടുക്കില്ല. അപ്പം തന്നെ അങ്ങനെയാണ്. ഇവനൊക്കെ വലുതായാൽ ഏതവസ്ഥയിലാവും എനിക്കറിയില്ല. അപ്പം ഒരു വെറൈറ്റി റൈസ് ആട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. മോന് ഈ വൈറ്റ് റൈസ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അവന് ഇഷ്ടമല്ലേ വൈറ്റ് കളറ്. പാലായാലും ശരി വൈറ്റ് കുടിക്കില്ല കേട്ടോ. ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്താൽ കുടിക്കുന്നത്. എന്താ അറിയില്ല, ഒരു വയസ്സ് തൊട്ട് അവൻ അങ്ങനെയാണ്. അവൻ ഈ വൈറ്റിൽ കാണണമെന്നും ഇഷ്ടമല്ല. ആകെ വൈറ്റിൽ ഇഷ്ടമുള്ള ഇഡ്ഡലിയൊക്കെയാണ്, ഇഡ്ഡലി ദോശയൊക്കെയാണ്. അല്ലാണ്ട് ഈ പാല് കുടിക്കില്ല. അതേപോലെയുള്ള വൈറ്റ് റൈസൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര പാടെ. എപ്പം നോക്കിയാലും ദോശ കേട്ടോ. ഈ വീട്ടിൽ നിറയെ ദോശഭ്രാന്തന്മാരാണ്. ഗണേഷും അതെ, എന്താ വേണ്ട വെച്ചാൽ ദോശ. അവനും എന്താ വേണ്ട വെച്ചാൽ ദോശ. ദോശ ഇല്ലാത്തൊരു കളി ഈ വീട്ടിനകത്തില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്.